പ്യാരെ ബച്ചോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠം. ഏതാ പാഠം? ഖുശി മനായെ. ഖുശി മനായെ എന്നതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം സന്തോഷം കൊണ്ടാടാം എന്നതാണ് അർത്ഥം. സന്തോഷിക്കാം, സന്തോഷം കൊണ്ടാടാം എന്നൊക്കെയാണ് ഖുശി മനായെ എന്നതിൻ്റെ അർത്ഥം. ഈ പാഠത്തിൽ 2-3-4 പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ ഈസിയായി എളുപ്പത്തിൽ ചെയ്യാം എന്നതാണ് നാം ഈ വീഡിയോയിലൂടെ, ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് പദങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പദങ്ങളിൽ നിന്ന് ഖുശി മനായ എന്ന പാഠത്തിൽ എന്തിനെ കുറിച്ചായിരുന്നു? ഷാദിയെക്കുറിച്ചായിരുന്നു, വിവാഹത്തെക്കുറിച്ചുള്ളൊരു പാഠമാണ് അല്ലേ? വിവാഹത്തിന് രാകേഷും അമ്മിയും ദാദിമാവും പോകുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. അപ്പോൾ ഈ പദങ്ങളിൽ ഏതൊക്കെ പദങ്ങളാണ് ഷാദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഈ പദങ്ങൾ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തേത് ഷാമിയാന. ഷാമിയാന എന്ന് പറഞ്ഞാൽ അർത്ഥം പന്തൽ എന്നതാണ്. പന്തൽ വിവാഹവുമായി ബന്ധമുണ്ടോ? ഉണ്ടോ? ജി ഹാ. ഷാദിഗർ സജായ ഗയാ ഹെ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഷാദിഗർ സജായ ഗയാ ഹെ. അപ്പോൾ ഇത് ഷാമിയാന അതിൻ്റെ ഭാഗമാണ്, സജാനയുടെ ഭാഗമാണ്, അലങ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലേ? വിവാഹത്തിന് എന്തുണ്ടാവും? പന്തലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് രണ്ടാമത്തെ പദമാണ്. ഏതാ പദം? ഏതാണ് പദം? ജംഗൽ. ജംഗലുണ്ടോ? അല്ല, ജംഗൽ പറ്റില്ല. ജംഗൽ ഇല്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ പദത്തിലേക്ക് പോവാം. മൂന്നാമത്തെ പദം ഏതാ? ദുൽഹൻ. ദുൽഹൻ എന്ന് പറഞ്ഞാൽ വധു എന്നാണ് അർത്ഥം. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ പാഠത്തിൽ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ദുൽഹൻ എന്നതിനെയും നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. ദുൽഹൻ എന്നതിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ദുൽഹന് ശേഷം, ദുൽഹൻ ഓക്കെ ആയില്ലേ? ദുൽഹൻ നമ്മളിവിടെ സെലക്ട് ചെയ്ത കൂട്ടത്തിലേക്ക് ദുൽഹനെയും വെച്ച്. ഇനി നമുക്ക് അടുത്തത് മൈദാൻ എന്നതാണ്. മൈദാൻ എന്നത് വിവാഹവുമായി ബന്ധമുണ്ടോ? മൈദാൻ, ഗ്രൗണ്ട് ഉണ്ടോ? ഇല്ല. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. മെഹന്തി. മെഹന്തി എന്നതിൻ്റെ അർത്ഥം മൈലാഞ്ചി എന്നാണ്. മൈലാഞ്ചി ഇല്ലാതെ എന്ത് കല്യാണം എന്നാണ് പെൺകുട്ടികൾ ചോദിക്കുന്നത് അല്ലേ? വധുവിനെ മെഹന്തി ഇട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും? ആഘോഷമാക്കും. അപ്പോൾ മെഹന്തി എന്നും നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ ഈ ഒന്നാമത്തെ വരിയിൽ നമ്മൾ 3 പദങ്ങൾ തിരഞ്ഞെടുത്തു അല്ലേ? ഷാമിയാന, ദുൽഹൻ, മെഹന്തി എന്നീ പദങ്ങൾ നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ടതായി തിരഞ്ഞെടുത്തു. ഇനി നമ്മൾ അടുത്ത അത് മസേദാർ ഖാന എന്നതാണ്. ഉസ്ക മാന ക്യാ ഹെ? ഖാന, ഭക്ഷണം. മസേദാർ ഖാന എന്ന് പറഞ്ഞാൽ രുചികരമായ ഭക്ഷണം അല്ലേ? വിവാഹത്തിന് മസേദാർ ഖാന ഉണ്ടാവാറില്ലേ? വിവാഹത്തിന് മസേദാർ ഖാന ഉണ്ടാവും, രുചികരമായ ഭക്ഷണം ഉണ്ടാവും അല്ലേ? ഭക്ഷണം ഇല്ലാതെ എന്ത് കല്യാണം എന്നാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മസേദാർ ഖാനയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതും സെലക്ട് ചെയ്തു. ഇനി നമ്മൾ തൊട്ട് മുമ്പ് നമുക്കുള്ളത്, അടുത്തതായിട്ടുള്ളത് ഗേന്ത് എന്ന പദമാണ്. ഗേന്ത് നമ്മൾ 5ാം ക്ലാസ് മുതൽ പഠിച്ച കാര്യമാണ്. ഗേന്ത് എന്നുള്ളത് എന്ത് ചെയ്യില്ല? അല്ല. അടുത്തതോ ഷർബത്ത്. ഷർബത്ത്, ഹാ, ഷർബത്ത് എന്നുള്ളത് നമ്മളെ പാഠത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഷർബത്ത് എന്നുള്ളത് നമ്മുടെ ഖുശി മനായ എന്ന പാഠത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വിവാഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതാം. അടുത്തത് ആസ്മാൻ എന്നതാണ്. ആസ്മാൻ ഇവിടെ വെക്കണോ? ഇവിടെ വെക്കണോ? തിരഞ്ഞെടുക്കണോ? സെലക്ട് ചെയ്യണോ? വേണ്ടേ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ആസ്മാൻ ആകാശമാണ്. ആകാശ വിവാഹം തമ്മിൽ ബന്ധമുണ്ടോ? ഓക്കെ, ആസ്മാനെ മാറ്റി നിർത്തി അടുത്ത ഏതാ? ലോക്. ലോക് എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ. വിവാഹത്തിന് ധാരാളം ആളുകൾ വരാറുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചതാ. നെക്സ്റ്റ് റിഷ്തേദാർ. റിഷ്തേദാർ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധുക്കൾ അല്ലേ? ബന്ധുക്കൾ എല്ലാവരും വിവാഹത്തിന് വരാറില്ലേ? സോ റിഷ്തേദാർ എന്നത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം.
ഓക്കെ. നെക്സ്റ്റ് ഖിലാഡി. ഖിലാഡി കമാന കളിക്കാരൻ. കളിക്കാരൻ അത് വിവാഹവുമായി ബന്ധപ്പെട്ടതല്ല അല്ലേ, മാറ്റി നിർത്താം. നെക്സ്റ്റ് ദുൽഹ. ദുൽഹ എന്ന് പറഞ്ഞാൽ വരൻ അല്ലേ. ദുൽഹൻ വധു, ദുൽഹ വരൻ. ഇത് നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തവ ഏതൊക്കെയാണ്? ഷാമിയാന, ദുൽഹൻ, മസേദാർ ഖാന, മഹന്തി, ഷർബത്ത്, ലോഗ്, റിഷ്തേദാർ, ദുൽഹ. ഇത്രയും പദങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തു. നമുക്കുണ്ടായിരുന്ന വർക്ക് എന്താണ്? ഷാദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദസൂര്യൻ അല്ലേ. എന്താണ്? ഷാദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദസൂര്യൻ. ഓക്കെ, സൂര്യൻ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യണം? ഷാദി എന്നുള്ളത് ഇവിടെ എഴുതാം അല്ലേ. എന്തിനെക്കുറിച്ചാണ്? ഷാദിയെക്കുറിച്ചാണ്. ഷാദി എന്ന് പറഞ്ഞാൽ വിവാഹമാണ്. ആ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദങ്ങളാണ്, ഓരോരോ പദങ്ങളാണ് ഇതിന് ചുറ്റും എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പദങ്ങളെന്ന്. ഇവ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഓരോ ഭാഗത്ത് കൊണ്ടുവരാം. ഷാമിയാന. ഷാമിയാന എന്ന് പറഞ്ഞാൽ പന്തൽ അല്ലേ. ഷാമിയാന എന്നുള്ള പന്തലാണ്. ഇങ്ങനെ ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഓരോരോ സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്ത് വെക്കാം. ഷാമിയാന, പന്തൽ. നെക്സ്റ്റ് ദുൽഹൻ. എന്താ ദുൽഹൻ? ഓക്കെ, വധു അല്ലേ. ദുൽഹൻ എന്ന് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഒന്ന് മാറ്റല്ലേ. യെസ്. ഇനിയോ നെക്സ്റ്റ് മസേദാർ ഖാന. ഈ മസേദാർ ഖാനിനെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ബിരിയാണിന്നോ അതുപോലെയൊക്കെ നമുക്ക് എഴുതാം അല്ലേ. എങ്ങനെയാണ് നമുക്ക് എഴുതാൻ സുഖമുള്ള രീതിയിൽ ആ രീതിയിൽ നമുക്ക് എഴുതാം. മസേദാർ ഖാന എന്ന് പറഞ്ഞാൽ രുചികരമായ ഭക്ഷണം എന്നുള്ളതാണ്. അവിടെ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാം. മെഹന്തി. മെഹന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, മൈലാഞ്ചി അല്ലേ. മൈലാഞ്ചി എന്നുള്ള വധുവിനെ മൈലാഞ്ചി ഇട്ടുകൊണ്ട് അലങ്കരിക്കും, ഒരുക്കും അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒപ്പനയൊക്കെ ഉൾപ്പെടുത്താം അല്ലേ. ഒപ്പന കളികളൊക്കെ വിവാഹത്തിന് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഒപ്പന എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ പദങ്ങൾ മാത്രം ഇവിടെ എഴുതിയേക്കാം. ഷർബത്ത്, ലോഗ് ആളുകൾ നമുക്കിവിടെ എഴുതല്ലേ. ഓക്കെ, ഇനി 2 ബാക്കിയുണ്ട്. ഇവിടെ 2 ഉണ്ടല്ലോ, നമ്മൾ നോക്കി വെച്ച് 2 ഉണ്ട് ഇവിടെ. റിഷ്തേദാർ, ബന്ധുക്കൾ അല്ലേ. റിഷ്തേദാർ, ബന്ധുക്കൾ. ഇനി ഒന്നുകൂടി ഉണ്ട്, ഏതാ? ദുൽഹ എന്നുകൂടി നമുക്ക് എഴുതിയാൽ ഈ പദസൂര്യൻ ഇവിടെ പൂർത്തിയാവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പദസൂര്യൻ റെഡിയായി. ഇനി ഈ പദസൂര്യനിലുള്ള ഓരോ പദങ്ങൾ ഉപയോഗിച്ചും നമുക്ക് എന്തുണ്ടാക്കണം? ജുംലെ ജുംലെ തയ്യാറാക്കണം അല്ലേ. സെൻറ്റൻസ് തയ്യാറാക്കണം. ഓക്കെ, ഇതിൽ ഓരോ പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സെൻറ്റൻസ് തയ്യാറാക്കണം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സെൻറ്റൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഈ തയ്യാറാക്കിയ സെൻറ്റൻസിലേക്ക് നമ്മളിപ്പോൾ പദസൂര്യനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം പൂർണ്ണമാകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? ഒന്നാമത്തത് സഹേലിയ ദുൽഹൻ കോ ഡാഷ് ലഗാ രഹി ഹൈ. സഹേലിയ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരികൾ, തോഴിമാർ. ദുൽഹൻ കോ ദുൽഹനെ, വധുവിനെ. ഡാഷ് ലഗാ രഹി ഹൈ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിട്ടുകൊണ്ടിരിക്കുക? വധുവിന് മെഹന്തി ലഗാ രഹി ഹൈ അല്ലേ. മെഹന്തി. അപ്പോൾ ഈ മെഹന്തി എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് വായിക്കും? സഹേലിയാൻ ദുൽഹൻ കോ മെഹന്തി ലഗാ രഹി ഹൈ. അടുത്ത് ഷാദി ഘർ മേ ഡാഷ് ഹോത്തേ ഹൈ എന്ന. വിവാഹ വീട്ടിൽ ഡാഷ് ഹോത്തേ ഹൈ, ഡാഷ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഏതും എഴുതാം അല്ലേ. വധു ഉണ്ടായിരിക്കും, കുടുംബക്കാരുണ്ടായിരിക്കും, ഷർബത്ത് ഉണ്ടായിരിക്കും അല്ലേ, മസേദാർ ഖാന ഉണ്ടായിരിക്കും, പന്തൽ ഉണ്ടായിരിക്കും, അങ്ങനെ ഏതും എഴുതാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഷാമിയാന എന്ന് എഴുതാം അല്ലേ. ഷാമിയാന, പന്തൽ. ഓക്കെ, ഷാമിയാന, പന്തലുണ്ടായിരിക്കും. ഷാദി ഘർ മേ ഡാഷ് പീ രഹേ ഹൈ. അവിടെ എല്ലാം എഴുതാൻ പറ്റില്ല. പീ രഹേ ഹൈ എന്ന് പറഞ്ഞാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു? ഷർബത്ത് പീ രഹേ ഹൈ അല്ലേ. അപ്പോൾ നമുക്ക് ഷർബത്ത് പീ രഹേ ഹൈ എന്ന് എഴുതാം.
ആര് കുടിച്ചുകൊണ്ടിരിക്കുന്നു, അതും കൂടി എഴുതാം. അപ്പോൾ 2 പദങ്ങൾ നമുക്കിതിലേക്ക് പ്ലേസ് ചെയ്യാം. ഒന്ന് ലോഗ് എന്നെഴുതാം അല്ലേ. ലോഗ് ഷർബത്ത് പീ രഹേ ഹൈ. ഓക്കെ, ലോഗ് ഷാദി ഘർ മേ ലോഗ് ഷർബത്ത് പീ രഹേ ഹൈ. വെറും ലോഗ് മാത്രം എഴുതാൻ പറ്റൂല, എന്ത് ചെയ്യണം, എന്താണെന്നുള്ളത് കൂടി എഴുതണ്ടേ, അപ്പോഴത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഷർബത്ത് പീ രഹേ ഹൈ എന്നുള്ളത് കൂടി ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരിയും കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ 3 വരികൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനി 4-ാമത്തെ ഒരു ഷാദി ഘർ മേ ഡാഷ് ഭി ഹോത്തെ ഹൈ. ഇനി ആ ഡാഷുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഡാഷ് ഭി ഹോത്തെ ഹൈ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ളതിൽ നമുക്ക് പിന്നെ ഏതെങ്കിലും നമുക്ക് അവിടെ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിലേതാ, മസേദാർ ഖാന ആയിക്കോട്ടെ അല്ലേ. രുചികരമായ ഭക്ഷണം, ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണ്ട, ചേർക്കാതിരിക്കണ്ട. അപ്പോൾ മസേദാർ ഖാന എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെക്കാം. ഷാദി ഘർ മേ മസേദാർ ഖാന ഭി ഹോത്തെ ഹെ, അതും കൂടി ഉണ്ടായിരിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ലാസ്റ്റ് ഷാദി ഘർ മേ സാരെ ഡാഷ് ജമാ ഹോത്തെ ഹെ. ഷാദി ഘർ മേ സാരെ, വിവാഹ വീട്ടിൽ സാരെ മുഴുവൻ, ഡാഷ് ഹോത്തെ ജമാ ഹോത്തെ ഒരുമിച്ച് കൂടുന്നു, മുഴുവൻ ഡാഷും ഒരുമിച്ച് കൂടുന്നു. അവിടെ എന്ത് ചെയ്യുക, ലോകെന്ന് പറ്റും. ലോകം നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തതാണ്, അതുകൊണ്ട് എടുക്കാത്ത ഒരു പദം ഏതാണ്, റിഷ്തേദാർ എന്നുള്ളതാണ്. അപ്പോൾ ഈ റിഷ്തേദാർ എന്നുള്ളത് എന്ത് ചെയ്യുക, സാരെ റിഷ്തേദാർ ജമാ ഹോത്തെ ഹെ. അപ്പോൾ ഷാദി ഘർ മേ സാരെ റിഷ്തേദാർ ജമാ ഹോത്തെ ഹെ എന്നതായി. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ പദസൂര്യനിൽ ഉപയോഗിച്ച പദങ്ങളൊക്കെ എന്ത് ചെയ്തു, ഈ സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ആദ്യം പദം തിരഞ്ഞെടുത്തു, ആ പദം എന്ത് ചെയ്തു, പിന്നെ സൂരജ് ദായറയിലേക്ക്, പദസൂര്യനിലേക്ക് പ്ലേസ് ചെയ്തു. ആ പ്ലേസ് ചെയ്ത പദങ്ങൾ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കി. ഇത്തരത്തിൽ വളരെ സിമ്പിളായി എങ്ങനെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.